ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 480 സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന് മുഖമണ്ഡപം ആലയം വീതിക്ക് ഒത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന് മുൻവശത്ത് 10 മുഴം വീതിയുമുള്ളതായിരുന്നു. അവൻ ആലയത്തിനു ജാലമിണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിൻ്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടുകളായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മൂന്നാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിൻ്റെ ചുറ്റും പുറമെ ഗളം പണിതു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ പുറംഭാരത്തിൻ്റെ മതിൽ ആലയത്തിൻ്റെ വലതുഭാഗത്തായിരുന്നു. ചുഴൽ കോവണി കൂടെ നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു. ആലയത്തിൻ്റെ ചുറ്റുമുള്ള തട്ടുകൾ 5 മുഴം ഉയരത്തിൽ അവൻ പണിതു ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു. ശലോമോന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണിതു തീർത്തു. അവൻ ആലയത്തിൻ്റെ ചുവരകത്തെ വശം ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെ അവർ ആലയത്തിൻ്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിൻ്റെ നിലം സരളപ്പലക കൊണ്ട് തളമിട്ടു. ആലയത്തിൻ്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉൾവശം പണിതത്. അന്തർമന്ദിരത്തിൻ്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിൻ്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ല് അശേഷം കാണുവാനുണ്ടായിരുന്നില്ല. ആലയത്തിൻ്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവനൊരു അന്തർമന്ദിരം ചമച്ചു. അന്തർമന്ദിരത്തിൻ്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവുമുള്ളതായിരുന്നു. അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു മരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു. ആലയത്തിൻ്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിന് മുൻവശത്ത് വിലങ്ങത്തിൽ പൊൻചങ്ങല കൊളുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ഇങ്ങനെ അവൻ ആലയം ആസകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവുമരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയും ഉണ്ടാക്കി. ഒരു കെരൂബിൻ്റെ ഒരു ചിറക് 5 മുഴം, കെരൂബിൻ്റെ മറ്റേ ചിറക് 5 മുഴം. ഇങ്ങനെ ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ 10 മുഴം. മറ്റേ കെരൂബിനും 10 മുഴം. കെരൂബ് രണ്ടിനും അളവും ആകൃതിയും ഒന്ന് തന്നെ. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം, മറ്റേ കെരൂബിനും അങ്ങനെ തന്നെ. അവൻ കെരൂബുകളെ അന്തരാലയത്തിൻ്റെ നടുവിൽ നിർത്തി. കെരൂബുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിൻ്റെ ചിറക് ഒരു ചുവരോടും മറ്റേതിൻ്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിൻ്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു. കെരൂബുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിൻ്റെ വാതിലിന് ഒലിവുമരം കൊണ്ട് കതകുണ്ടാക്കി. കുറുമ്പടിയും കട്ടളക്കാലും ചുവരിൻ്റെ 5-ൽ 1 അംശമായിരുന്നു. ഒലിവുമരം കൊണ്ടുള്ള കതക് രണ്ടിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു. കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിൻ്റെ വാതിലിനും ഒലിവുമരം കൊണ്ടുള്ള കട്ടളയുണ്ടാക്കി. അത് ചുവരിൻ്റെ 4-ൽ 1 അംശമായിരുന്നു. അതിൻ്റെ കതക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്കുപാളിയും മറ്റേ കതകിന് 2 മടക്കുപാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു. അവൻ അകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരു കൊണ്ട് 1 വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് സീവ് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ
ആലയം അതിൻ്റെ സകല ഭാഗങ്ങളുമായി അതിൻ്റെ മാതൃക പ്രകാരമൊക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ട് കൊണ്ടത് പണിതീർത്തു.